MGയുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വിൻസർ EV ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ വാഹനത്തിനകത്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ കുറച്ച് മാറ്റമുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിൻസറിൻ്റെ അകത്തുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസിനകത്ത് വരുന്ന ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് കാണാം. വിൻസറിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ അകത്താണുള്ളത്. ഞാൻ ആദ്യം റൈറ്റ് സൈഡിലെ കൺട്രോൾസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് മുകളിലോട്ടും താഴോട്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വോളിയമാണ് അഡ്ജസ്റ്റ് ആകുന്നത്. വോളിയം കൂടുന്നു, വോളിയം കുറയുന്നു. ഞാൻ ഇതൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഇതിലേക്ക് വരും. ഓഡോമീറ്ററിൻ്റെ ഓപ്ഷൻസ് മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ട്രിപ്പ് മാറ്റാൻ പറ്റും, പക്ഷേ ട്രിപ്പ് ഇതിനകത്ത് നിന്ന് മാറ്റാൻ പറ്റില്ല. നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് വേണം മാറ്റാൻ. ഇനി നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കാണുന്ന പോലെ മിററാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു നോർമൽ പ്രസ്സിൽ മിററാണുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് അത് ഓപ്പോസിറ്റിലേക്ക് മാറാൻ വേണ്ടി ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലെ മിററിൻ്റെ ഓപ്ഷൻസിലേക്ക് നമുക്ക് മാറുന്നത് കാണാം. ഇനി നമ്മൾ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ നിങ്ങൾക്ക് കാണാം ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് കൺട്രോൾസ് ഇതിൻ്റെ അകത്തേക്കാണ് വിൻസറിൽ കൊടുത്തിട്ടുള്ളത്. വിൻസറിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നമുക്കിനി വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലെ കൺട്രോൾസാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്.